Hi, today we are discussing about rotating frame of reference. Okay? ഞാൻ ഇവിടെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്താണെന്നുള്ളത് നോക്കാം. Please consider this is a ground and this is a rotating frame. Okay? അതായത് ഇതൊരു ഗ്രൗണ്ട്, നമ്മളൊരു ഗ്രൗണ്ട് സങ്കല്പിക്കുക. ആ ഗ്രൗണ്ടിൽ നമ്മളൊരു റൊട്ടേറ്റിംഗ് ഫ്രെയിം, ഉദാഹരണത്തിന് നമ്മൾ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യാറില്ലേ, ഈ കുതിര, അതുപോലെ കാറ്, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടോയ്സ് വെച്ചുകൊണ്ട് നമുക്ക് ഈ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കുലർ ഓർബിറ്റിൽ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലത്തെ ഒരു ടേബിൾ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സെറ്റപ്പാണ് ഇതെന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പം ഇതിൻ്റെ സെൻട്രൽ പോയിന്റ് ആണിത്. ഈ റൊട്ടേറ്റിംഗ് ഫ്രെയിമിൻ്റെ സെൻട്രൽ പോയിന്റ് ആണിത്. പ്ലീസ് കൺസിഡർ ദിസ് ഇസ് ദ സെൻട്രൽ പോയിന്റ് ആൻഡ് ദിസ് റൊട്ടേറ്റിംഗ് ഫ്രെയിം ഈസ് കണക്റ്റഡ് വിത്ത് ദ ഗ്രൗണ്ട്. സോ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഈ ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്താണ് അല്ലേ, നമ്മളെ സംബന്ധിച്ച് എന്താണ്? ആസ് എ ഫിസിക്സ് സ്റ്റുഡൻസ് ഈ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇനേഷ്യൽ ഫ്രെയിമാണ് അല്ലേ, ഇനേഷ്യൽ ഫ്രെയിമാണ്. സോ ദിസ് ഈസ് ഇനേഷ്യൽ ഫ്രെയിം ആൻഡ് ദ ടേബിൾ നമുക്കറിയാം റൊട്ടേറ്റ് ചെയ്യുകയാണ്. സോ അതിൽ നിന്നുണ്ടാവും ആംഗുലാർ ഓർബിറ്റിൽ അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ടേബിൾ എന്ന് പറയുന്നത് ഒരു നോൺ ഇനേഷ്യൽ ഫ്രെയിമാണ് അല്ലേ. അത് ആക്സലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സർക്കുലർ ഓർബിറ്റലിൽ ആക്സലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതൊരു നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ഓക്കെ, അപ്പം ഗ്രൗണ്ട്, it's an example for inertial frame of reference, and the rotating table, that is an example for non-inertial frame of reference. Clear? ഇപ്പോൾ ഈ ഫ്രെയിം ഓഫ് റെഫറൻസ്, നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്, പ്ലീസ് കൺസിഡർ ദ ആംഗുലാർ വെലോസിറ്റി ഈസ് ഒമേഗ ബിക്കോസ് ദ ടേബിൾ ഈസ് റൊട്ടേറ്റിംഗ് ഇറ്റ്സ് ഓൺ ആക്സിസ്. എന്താണ് നമ്മൾ ഇനി കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സപ്പോസ് കൺസിഡർ ഒരു കുട്ടി ഈ ഫ്രെയിമിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇവിടെ ഏതൊരു ടോയ് ഉണ്ട്, ജസ്റ്റ് ലൈക്ക് ആസ് എ കാർ, ഒരു കാറ് പോലത്തെ ഒരു ടോയ് ഈ സൈഡിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു കുട്ടി അവിടെ ഇരിക്കുകയാണ്. സോ the boy or the girl have a mass, we can consider the mass is m. Okay, mass is m. സോ ഈ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ടേബിളിലാണ് ഈ കുട്ടി ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫ്രെയിം ഓഫ് റെഫറൻസ്, നോൺ ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ ആംഗുലാർ വെലോസിറ്റി ഒമേഗ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതേ ഒമേഗ വെലോസിറ്റി ആർക്ക് വരും? ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടിക്കും വരും. റൈറ്റ്? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം നോൺ ഇനേഷ്യൽ ഫ്രെയിമിലെ ആക്സിലറേഷൻ കൊണ്ട് ഈ കുട്ടിയുടെ മേൽ ഒരു ഫോഴ്സ് ആക്ട് ആവും അല്ലേ, ഡെഫിനറ്റ്ലി ആക്ട് ആവും. നമ്മൾ ഇതിന് മുന്നേത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചത്? ഒരു കാറ് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഈ കാറ് ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ടോപ്പിൽ ഒരു പെൻഡുലം നമ്മൾ ഹാങ് ചെയ്ത് വിട്ടാൽ ഈ കാർ ആക്സിലറേറ്റ് ചെയ്യുമ്പം ഈ ഹാങ് ചെയ്ത പെൻഡുലത്തിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സൈറ്റ് ആവും അല്ലേ, ഒരു ഫോഴ്സ് എക്സൈറ്റ് ആവും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആവും. ഈ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറഞ്ഞ് പഠിച്ചത് അല്ലേ. അപ്പം നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ ആക്സിലറേഷൻ കൊണ്ട് ആ നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിനകത്തുള്ള അല്ലെങ്കിൽ ആ നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ മേലെ വിത്ത് മാസ് എം മാസുള്ള ഒബ്ജക്റ്റിൻ്റെ മേലെ ആക്ട് ആവുന്ന ഫോഴ്സിനാണ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറഞ്ഞത്, ബിക്കോസ് ദ കാർ ഈസ് ആക്സിലറേറ്റഡ്. ഇവിടെ എന്തുണ്ടാകുന്നത്? ലീനിയർ മോഷനാണ് അല്ലേ, ലീനിയർ ആയിട്ടാണ് ഇവിടെ ഈ മോഷൻ അല്ലെങ്കിൽ ആക്സിലറേഷൻ ഉണ്ടായത്. ബട്ട് നമ്മൾ ഈ കേസിലോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? റൊട്ടേറ്റിംഗ് ആണ് അല്ലേ, സർക്കുലർ മോഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം ഇതേ കേസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ എന്താണ്? കാർ എന്ന് പറയുന്നത് ആക്സിലറേറ്റിംഗ് ആണ്, അല്ലെങ്കിൽ അത് നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. സോ ഈ റൊട്ടേറ്റിംഗ് ഫ്രെയിം എന്ന് പറയുന്നത് എന്താണ്?
ആക്സിലറേറ്റഡ് ആണ്, അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗയാണ്. അങ്ങനെയാണെങ്കിൽ ഈ നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ ആക്സിലറേഷൻ കൊണ്ട് ഈ നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ ടച്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഈ കുട്ടിയിൽ ആക്സിലറേഷൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ അതിന് ഒരു ഫോഴ്സ് ഈ കുട്ടിയിൽ ഉണ്ടാക്കും, അല്ലേ? ഒരു ഫോഴ്സ് കുട്ടിയിൽ ഉണ്ടാക്കും, ആക്സിലറേഷനിലെ ഫോഴ്സ്. അപ്പം ഈ കുട്ടിക്ക് മേൽ ആക്ട് ആവുന്ന ഫോഴ്സിൻ്റെ കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദി ആക്സിലറേഷൻ ഓഫ് ദിസ് നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്, അല്ലേ? ആക്സിലറേറ്റർ ആണെങ്കിലാണ് നമ്മൾ നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ കുട്ടിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ചേഞ്ച് ആവുന്നില്ല. ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ കുട്ടിയും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജ് ഇപ്പം നമ്മൾ ഈ സെൻട്രൽ പോയിന്റ് ഒരു ഏരോ മാർക്ക് ഇട്ട് ആ ഏരോ മാർക്കിലാണ് ഈ കുട്ടിയെ ഇരിപ്പിച്ചെന്ന് വെക്കുക. ഇത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഏരോ മാർക്കിന് നേരെ തന്നെയാണ് ആ കുട്ടി ഉണ്ടാവുക. അപ്പോൾ ആ പൊസിഷനിൽ, കുട്ടിയുടെ പൊസിഷനിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. ബട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം ഈ കുട്ടി ഇരുന്നതിന് കറക്റ്റ് നമ്മൾ ഈ ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഒരു ഏരോ മാർക്ക് ഇട്ട്, അപ്പം ടൈം 0, ഇനീഷ്യൽ ടൈം 0 സ്റ്റാർട്ടിംഗ് പോയിന്റിലാണെങ്കിൽ ഈ ഏരോ മാർക്ക് എവിടെയാണോ അതിന് നേരെയാണ് നമ്മൾ, അതിന് പാരലായിട്ടാണ് നമ്മൾ ഈ കുട്ടിയെ ഇരിപ്പിച്ചതെങ്കിൽ ആഫ്റ്റർ ടൈം t എന്തുണ്ടാവും? റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കുട്ടിയുടെ പൊസിഷൻ മാറും, ഏരോ മാർക്കിലല്ലേ കുട്ടി ഉണ്ടാവുക. എന്ന് വെച്ചാൽ നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒബ്ജക്റ്റിന് യാതൊരു തരത്തിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ടാവുന്നില്ല. ബട്ട് നമ്മൾ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒബ്ജക്റ്റിന് എന്തുണ്ട്? ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. ആഫ്റ്റർ ടൈം t ആ കുട്ടിയുടെ പൊസിഷൻ ചേഞ്ച് ആവും, അല്ലേ? ഇവിടെ ഇരുന്ന കുട്ടി ഒരു ടൈം t കഴിയുന്ന സമയത്ത് റൊട്ടേറ്റ് ചെയ്ത് ഈ ഭാഗത്തെത്തും, അടുത്ത ടൈമിൽ എന്താവും? ഈ ഭാഗത്തെത്തും, അതിൻ്റെ അടുത്ത ടൈമിൽ തിരിച്ചിവിടെ തന്നെ വരും, അല്ലേ? അപ്പം നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടാകുന്നുണ്ട്? ഈ കുട്ടിക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നില്ല. ഓക്കെ, അപ്പം ഇവിടെ ഉണ്ടാവുന്ന ഈ സർക്കുലർ മോഷൻ കൊണ്ട് there will be a force is experienced on this boy or girl, അല്ലേ? ഇവിടെ ആക്സിലറേഷൻ കൊണ്ട് ഇവിടെ ഫോഴ്സ് ആക്ട് ആയിട്ടുണ്ടെങ്കിൽ ഈ മാസീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ആക്ട് ആയിട്ടുണ്ട്. ആ ഫോഴ്സിനെ നമ്മൾ വിളിച്ചത് വിക്ടീഷ്യസ് ഫോഴ്സ് എന്നാണ്. അപ്പം ഡെഫിനറ്റ്ലി നമുക്കറിയാം ഇതും നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ഇവിടെയും ആക്സിലറേഷൻ സംഭവിക്കുന്നുണ്ട്, ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സംഭവിച്ച പോലെ തന്നെ ഇയാൾക്ക് എന്തുണ്ടാവും? ഡെഫിനറ്റ്ലി എ ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ് ഓൺ ദിസ് മാൻ ഓർ ദിസ് ബോയ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ കുട്ടിക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈ കുട്ടിക്ക് മേലെ അനുഭവപ്പെടുകയാണെങ്കിൽ ഏതായിരിക്കും ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ? നോക്കാം നമുക്ക്. ഏതായിരിക്കും ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്താണ്, മാഗ്നിറ്റ്യൂഡ് എന്താണ്, ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതാണ് നമ്മളെ ഗ്രൗണ്ടിൽ ഫിറ്റ് ചെയ്ത പോയിന്റ്. അപ്പോൾ ആക്ച്വലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ്, ഈ ഡയറക്ഷനിലാണ് മോഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സർക്കുലർ ഓർബിറ്റിലാണ് ഈ കുട്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ആൾക്ക് മേലെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഓൾവേസ് the force direction is away from this central point. ഈ സെൻട്രൽ പോയിന്റിൽ നിന്നും ദൂരത്തേക്കായിരിക്കും, അല്ലെങ്കിൽ ഈ സെൻട്രൽ പോയിന്റിലേക്കുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് എക്സ്പീരിയൻസ് ആവുക. ബിക്കോസ് നമുക്കറിയാം നമ്മൾ കയ്യിൽ ഒരു നൂലോ കയറോ കെട്ടി അതിൻ്റെ മേലൊരു മാസ്, ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ, ഈ ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ആവുന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും, അല്ലേ? ഒരു കയറ് ചുറ്റി, ഇതൊരു കയറാണെന്ന് കരുതുക. ഈ കയറിൻ്റെ അറ്റത്ത് ഒരു എൻഡിൽ ഒരു വെയിറ്റ് വെച്ച് കഴിഞ്ഞ് നമ്മളിത് സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ആവുന്നുള്ളത്. അപ്പം എന്തുകൊണ്ടാണ് എക്സ്പീരിയൻസ് ആവുന്നുള്ളത് മനസ്സിലാവാൻ കാരണം, നമ്മൾ എപ്പോഴാണോ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഈ പിടുത്തം എപ്പോഴാണോ നമ്മൾ ഒഴിവായി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആ എക്സ്പീരിയൻസ് ആയ ഫോഴ്സ് കൊണ്ട് ഇത് ദൂരോട്ട് പോകും, അല്ലേ? നമുക്കറിയാം ഷോർട്ട് പുട്ട് ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ കറക്കി
അല്ലേ? ആക്സലറേറ്റ് ചെയ്യിച്ചിട്ടാണ് നമ്മൾ പിന്നെയാണ് കൈ വിടുന്നത്. അപ്പോൾ കയ്യിൽ എപ്പോഴാണ് നമ്മൾ ഈ പിടിവിടുന്നത്, ആ സമയത്താണ് ഇത് ദൂരോട്ടേക്ക് പോകുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അത് എന്താണ്? ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആണ്. അപ്പോൾ ഈ റൊട്ടേറ്റിംഗ് ഫ്രെയിം ആയതുകൊണ്ട് ആ ഫിക്റ്റീഷ്യസ് ഫോഴ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നു. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് അവേ ഫ്രം ദ സെന്റർ, സെൻട്രൽ നിന്ന് അകന്നു പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുക പർട്ടിക്കുലർ ടൈം നമ്മൾ എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യിച്ചു. ആഫ്റ്റർ എ ടൈം നമ്മൾ ഇവിടുന്ന് ഇത് ബ്രേക്ക് ചെയ്യാണ്, നമ്മൾ കൈ വിടുകയാണ്, പിടിവിടുകയാണ്. പിടിവിടുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഇതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക? ഔട്ട്വേർഡ് ആണ് നമുക്ക് മനസ്സിലായി, അവേ ഫ്രം ദ സെൻറ്റർ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ദൂരോട്ടാണ് പോകേണ്ടത്, ഉള്ളിലേക്കല്ല. ഈ സർക്കുലർ ഓർബിറ്റലിൻ്റെ ഉള്ളിലേക്കല്ല വരിക, ഈ സർക്കുലർ ഓർബിറ്റിൻ്റെ പുറത്തേക്കാണ് ഈ മാസ് പോവുക. ഓക്കെ, അതുകൂടാതെ ഇത് ടാൻജൻ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുക. ഓക്കെ, എന്തുകൊണ്ടാണ്? ഈ സർക്കുലർ ഓർബിറ്റലിലെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ പോയിന്റിൽ നിന്നാണ് നമ്മളിവിടെ ഈ അതിൻ്റെ നമ്മൾ അതിനെ ലോക്ക് ചെയ്ത് വെച്ചത് നമ്മൾ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഇത് പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ സർക്കുലർ ഓർബിറ്റലിലെ ഈ പോയിന്റിന് ടാൻജൻ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുക. ഈ ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ആവുക, അല്ലേ? ക്ലിയർ ആണ്? നമുക്ക് വേണേൽ ചെയ്ത് നോക്കാം. ഒരു കയറെടുക്കുക, ഒരു മാസ് ഒരു എഡ്ജിൽ കെട്ടി വെക്കുക, ആ ഓപ്പോസിറ്റ് എഡ്ജ് പിടിച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിച്ച് നമുക്ക് ഈ ഡയറക്ഷനിലേക്കാണ് നമുക്കിത് എറിയേണ്ടത് എങ്കിൽ നമ്മൾ എവിടെ നിന്ന് വിടണം? കറക്റ്റ് ഈ പോയിന്റിലെത്തി വിട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് വരിക? ഇല്ല, ഇത് ഇങ്ങോട്ടാണ് പോവുക. അപ്പോൾ ഈ ഡയറക്ഷനിലേക്ക് വരണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ ഈ പിടുത്തം ഒഴിവാക്കുകയാണെങ്കിൽ ടാൻജൻ്റ് ആയിട്ട് നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണോ പോകേണ്ടത് ആ ഡയറക്ഷനിൽ പോകും, അല്ലേ? ചുഴറ്റി എറിയുന്ന സമയത്ത് നമുക്കറിയാം അവിടേക്കാണ് പോകേണ്ടതെങ്കിൽ നമ്മൾ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാലാണ് ഇങ്ങോട്ട് പോവുക. അല്ലാതെ ഈ ഡയറക്ഷനിലേക്ക് പോകണം, നമ്മൾ ചുഴറ്റി മാസ് ഇവിടെ എത്തുന്ന സമയത്ത് വിട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ടല്ല പോവുക, ഇങ്ങോട്ടാ പോവുക. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ബിക്കോസ് ഓഫ് ഇനേഷ്യ. ഇനേഷ്യ എന്താണ്? ഇനേഷ്യ ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ മൂവ്മെൻറ്റ് ഒരേ ഡയറക്ഷനിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസി. ഇപ്പോൾ നമ്മൾ ഈ സർക്കുലർ ഓർബിറ്റാണ് എടുക്കുന്നത്, ഇതാണ് സെൻട്രൽ പോയിന്റ്, ഈ ഡയറക്ഷനിലാക്കിയാണ് മൂവ് ചെയ്യുന്നത്. മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ചെറിയൊരു പോർഷൻ കൺസിഡർ ചെയ്യുക. ഈ ചെറിയൊരു പോർഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്കത് എന്തായിട്ടാണ് തോന്നുക? ചെറിയൊരു പോർഷൻ എടുക്കുന്ന സമയത്ത് സർക്കുലർ ഓർബിറ്റ് ആണെങ്കിൽ കൂടെ ഈ ഓർബിറ്റിൻ്റെ ചെറിയൊരു പോർഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ലീനിയർ ആയിട്ടാണ് തോന്നുന്നത്, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്, അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ ടെൻഡൻസി ഉണ്ടാവുക ഈ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ ഈ ഒബ്ജക്റ്റിന് ടെൻഡൻസി ഉണ്ടാവും, അല്ലേ? ബിക്കോസ് ഓഫ് ഇനേഷ്യ ഓഫ് മോഷൻ. അപ്പം ചെറിയൊരു പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ മാസീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ലൈക്ക് എ സർക്കുലർ ഓർബിറ്റ്, ജസ്റ്റ് ലൈക്ക് എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ മൂവ് ചെയ്യുന്ന പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒബ്ജക്റ്റിന് എന്താവും? അതേ സ്ട്രെയിറ്റ് ലൈനിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഈ ടെൻഡൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ പിടിച്ചു വെച്ചുകൊണ്ട് അവോയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴാണോ ഇവിടെ ഉണ്ടാവുന്ന ലോക്ക് അൺലോക്ക് ചെയ്യുന്നത് ആ സമയത്ത് എന്തുണ്ടാവും? ഈ ഡ്യൂ ടു ദിസ് ഇനേഷ്യ ഓഫ് മോഷൻ എന്തുണ്ടാവും? ദ മാസീവ് ഒബ്ജക്ട് വിൽ കണ്ടിന്യൂ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. അപ്പം ഇവിടെ ഇനേഷ്യ ഓഫ് മോഷൻ ആണ്, അല്ലേ? ന്യൂട്ടൺസ് ലോ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ ഇനേഷ്യ ഓഫ് മോഷൻ നമ്മൾ അവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, എന്താണ് ഇനേഷ്യ ഓഫ് മോഷൻ എന്നുള്ളത്. അപ്പോൾ ഈ ഇനേഷ്യ ഓഫ് മോഷനാണ് ഇവിടെ ഈ ടാൻജൻ്റ് ആയിട്ട് ഈ ഒബ്ജക്റ്റിന് മൂവ് ചെയ്യാനുള്ള വഴി തുറന്നു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്താണെന്ന് മനസ്സിലായി. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് എ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ബിക്കോസ് ദ നോൺ ഇനേഷ്യൽ ഫ്രെയിം ഈസ് ഇൻ റൊട്ടേറ്റിംഗ് മോഷൻ വിത്ത് എൻ വെലോസിറ്റി, ആംഗുലാർ വെലോസിറ്റി ഒമേഗ. സോ ഇവിടുന്ന് ഈ സെൻട്രൽ പോയിന്റിൽ നിന്ന് അവേ ഫ്രം ദ സെൻട്രൽ പോയിന്റ് ആ ഡയറക്ഷനിലേക്കായിരിക്കും, ദൂരോട്ടുള്ള ഡയറക്ഷൻ, സെൻട്രൽ പോയിന്റിൽ നിന്ന് ദൂരോട്ടുള്ള ഡയറക്ഷനിലേക്കായിരിക്കും ഫോഴ്സ് എക്സ്പീരിയൻസ് ആവുക. എന്തുകൊണ്ടാണ് അങ്ങനെ ഫോഴ്സ് എക്സ്പീരിയൻസ് ആവാൻ കാരണം? ബിക്കോസ് ഇനേഷ്യ ഓഫ് മോഷൻ. ക്ലിയർ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ മുകളിൽ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അല്ലെ അവേ ഫ്രം ദ സെൻറ്റർ അനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ? F ഈക്വൽ ടു
എം എ. എ മീൻസ് ആക്സലറേഷൻ. ഇവിടെ നമുക്കറിയാം ഒമേഗയാണ് വെലോസിറ്റി. സോ സർക്കുലർ മോഷനിലാണെങ്കിൽ അതിൻ്റെ ആക്സലറേഷൻ എന്ത് വരും? ഒമേഗ സ്ക്വയർ ആർ. ഒമേഗ സ്ക്വയർ ആർ. എന്താണ് ഒമേഗ? ആംഗുലാർ വെലോസിറ്റി. ആർ ദ റേഡിയസ് ഓഫ് ദി circular motion, radius of circular motion. This is r, this is r, radius of circular motion. So we can substitute this value in this equation. F is equal to m into omega square r. F is equal to m into omega square r. ഇതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്. F is equal to m omega square r, where m is the mass of the object, omega is the angular velocity of the object, r is the radius of the circular orbit of the object. Okay, this is centrifugal force. So centrifugal force is a fictitious force. Okay, clear? Right.